CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CMPയും PK ശശിയുടെ DMFും തമ്മിലുള്ള ലയനം ഈ മാസം 17 നടക്കും. തൃശൂരിലായിരിക്കും ലയന പരിപാടി നടക്കുക. CMP സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി PK ശശിയെ പ്രഖ്യാപിക്കുമെന്ന് CMP ജനറൽ സെക്രട്ടറിയും മന്ത്രിയുമായ CP ജോൺ പറഞ്ഞു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ വിവിധ ആവശ്യങ്ങളും പ്രതിസന്ധികളും ഉന്നയിച്ചുകൊണ്ട് DYFI മണ്ണാർക്കാട് കുമരംപുത്തൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി R ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം തല ക്യാമ്പ് ഓഫീസ് മലപ്പുറം കോട്ടപ്പടിയിലെ PMR ആർക്കേഡ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. CMPയും PK ശശിയുടെ DMFും തമ്മിലുള്ള ലയനം ഈ മാസം 17 നടക്കും. തൃശൂരിലായിരിക്കും ലയന പരിപാടി നടക്കുക. CMP സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി PK ശശിയെ പ്രഖ്യാപിക്കുമെന്ന് CMP ജനറൽ സെക്രട്ടറിയും മന്ത്രിയുമായ CP ജോൺ പറഞ്ഞു. സോഷ്യൽ ഫാസിസ്റ്റുകളും അരങ്ങ് നിറയുന്ന ഈ സന്ദർഭത്തിൽ, സോഷ്യൽ ഫാസിസ്റ്റുകൾ തകർന്നടിഞ്ഞിരിക്കുന്ന ഈ സമയത്ത്, പക്ഷേ ഫാസിസ്റ്റുകൾ ഇന്ന് പത്തിവിടർത്തി തന്നെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സോഷ്യലിസ്റ്റുകളായ നമ്മൾ സോഷ്യൽ ഫാസിസത്തിനുമെതിരായ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ അവരെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാനാണ് നമ്മൾ ഈ ഹാളിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെയെല്ലാം ഞാൻ ഔപചാരികമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന CMPയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. MV രാഘവൻ എന്ന മഹാനായ കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹം നേതൃത്വം കൊടുത്ത പാർട്ടി. DMFന്റെ സംസ്ഥാനതല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പാലക്കാട് നയപ്രഖ്യാപന കൺവെൻഷൻ നടന്നിരുന്നു. ഇതിനിടെയാണ് നേതാക്കൾ CMP DMF ലയന തീയതി പ്രഖ്യാപിച്ചത്. ലയനം സംബന്ധിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ PK ശശിയുമായി ചർച്ച നടത്തിയിരുന്നതായി CP ജോൺ പറഞ്ഞു. ഇത് നിങ്ങളുടെ ചരിത്രത്തിൽ മാത്രമല്ല, CMPയുടെ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ കൺവെൻഷൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം ഞാൻ വായിച്ചു. അതിൽ റോസ ലക്സംബർഗ് അടക്കമുള്ള ആളുകളുടെ ആശയങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളതായി നിങ്ങൾ രേഖയിൽ എഴുതിയിരിക്കുന്നു. നമ്മൾ ആരുടെയും എതിരല്ല, നമുക്ക് വിരോധമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുകയും ഫാസിസ്റ്റിന്റെ പണി ചെയ്യുകയും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുകയും ഏകാധിപതിയുടെ പണി ചെയ്യുകയും ചെയ്താൽ അവരോട് ഒരു സന്ധിയും രാജിയും ഇല്ലാത്ത ഒരു നവചിന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. TK ഗോവിന്ദൻ MLA മുഖ്യാതിഥിയായിരുന്നു. കൺവെൻഷന് മുന്നോടിയായി DMF സംസ്ഥാന വ്യാപകമായി തങ്ങളുടെ സംഘടന വിപുലീകരിക്കുമെന്നും PK ശശി പറഞ്ഞു. CMPയുമായി ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാനാണ് DMFന്റെ നിലവിലെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ജില്ലയിൽ മാത്രമല്ല, സമീപത്തുള്ള പല ജില്ലകളിലുമുള്ള CPIMും CPIയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധിയായ പ്രവർത്തകന്മാർ, നൂറുകണക്കിന് പ്രവർത്തകന്മാർ DMFുമായി ബന്ധപ്പെടുകയും അവിടെ പ്രാദേശികമായ യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്നും അതിൽ പങ്കെടുക്കണമെന്നും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മുന്നേറിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങളെ സാക്ഷിയാക്കി, ആയിരക്കണക്കിന് വരുന്ന നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ DMF കൂടി ഉൾപ്പെടുന്ന വരാൻ പോകുന്ന ഉദിച്ചുയരാൻ പോകുന്ന പുതിയ പ്രസ്ഥാനമുണ്ടല്ലോ, ആ പ്രസ്ഥാനമായിരിക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കാൻ പോകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മുടേതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മളാണ് ശരി. CCN പാലക്കാട്. CPIഎമ്മിനെതിരെ വീണ്ടും PK ശശി. ഫുട്ബോൾ താരം നെയ്മർ വിരമിച്ച വാർത്ത പുറത്തു വന്നു കഴിഞ്ഞുവെന്നും CPMന്റെ വിടവാങ്ങലായിരിക്കും ഇനി വരാനിരിക്കുന്ന അടുത്ത വാർത്തയെന്നും PK ശശി പറഞ്ഞു. DMFന്റെ സംസ്ഥാനതല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട്
പാലക്കാട് നടന്ന നയപ്രഖ്യാപന കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് കുറെ അത്ഭുതങ്ങൾ നടക്കുന്നൊരു സമയമാണ്. ഇപ്പൊ വേൾഡ് കപ്പിന്റെ സമയമാണ്. ഞാനൊക്കെ ആവേശപൂർവ്വം കാത്തിരുന്ന, പലരും കാത്തിരുന്ന നെതർലാൻഡ്സ് ടീം ഒരു കാലത്ത് യൂറോപ്പിലെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയൊരു ടീമായി ഗുള്ളിറ്റിൻ്റെയും റൈക്കാർഡിൻ്റെയും വാൻ ബാസ്റ്റിൻ്റെയും ഒക്കെ പാരമ്പര്യമുള്ള നെതർലാൻഡ്സ് ടീം തലകുത്തി വീണ ഒരു കാലമാണിത്. ഈ വേൾഡ് കപ്പിൽ കിരീടം പിടിക്കും എന്ന് വ്യാപകമായി ധാരണയുണ്ടായിരുന്ന ബ്രസീലിൻ്റെ വീഴ്ച ഇന്നലെ കണ്ടു. ബ്രസീലിൻ്റെ പരാജയത്തിൻ്റെ തുടർന്ന് ലോകോത്തരനായിട്ടുള്ള കളിക്കാരൻ നെയ്മർ കളിക്കളത്തിൽ നിന്ന് വിടവാങ്ങുന്നതായി പ്രഖ്യാപിച്ചു. ഇനി നാം കേൾക്കേണ്ട വാർത്ത കേരളത്തിലെ CPIM-ന്റെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിടവാങ്ങലായിരിക്കും എന്ന കാര്യം ഇതിന്റെ ഭാഗമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ആ വിടവാങ്ങലാണ് നമുക്ക് കാത്തിരിക്കാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഇവിടെ സഖാവ് സതീഷ് പറഞ്ഞല്ലോ, 4 മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 4 മാസവും 1 ദിവസവും മാത്രം പ്രായമുള്ള ഒരു പ്രസ്ഥാനം ഈ പാലക്കാട് ജില്ലയിലെ പൊതു രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സാന്നിധ്യമായി മാറിയത് ഒരു ചെറിയ സംഭവമല്ല. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അധികം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഗോവിന്ദ മാഷ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. തോറ്റാൽ തോറ്റവനിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണ്ടേ? ഒന്ന് തോറ്റാൽ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? എന്നാലും ധിക്കാരം പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കുമല്ലോ, എന്താണ് കൊമ്പും തുമ്പിയായിട്ടല്ലേ നടന്നിരുന്നത് CPM-ന്റെ ഗോവിന്ദൻ മുതൽ. ഞാൻ ഈ ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. അല്ല, അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. ഞാനെന്തോ ഒരു ധിക്കാരം പറയുന്നു തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കാരണം കൊണ്ടല്ല. അത് അയാളുടെ പേരാണ്, അയാൾ മാഷല്ല, അത് PT മാഷാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എൻ്റെ ധിക്കാരമാണെന്ന് ധരിക്കരുത്. കാക്ക കറുത്തിട്ടാണ് എന്ന് പറയുന്നത് കാക്കയോടുള്ള വിരോധം കൊണ്ടല്ല, കാക്കേന്റെ നിറം കറുപ്പായത് കൊണ്ടാണ്. ഗോവിന്ദൻ MV ഗോവിന്ദൻ എന്നേ ഞാൻ പറയുള്ളൂ, അങ്ങനെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഗോവിന്ദൻ മുതൽ ബ്രാഞ്ചുകാരൻ വരെ എന്തായിരുന്നു ധാർഷ്ട്യം. വരാൻ പോകുന്ന 3ാമത്തെ ടേമിലും അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഒക്കെ കാണിച്ചു തരാന്നല്ലേ പറഞ്ഞിരുന്നത് ഈ സഖാക്കളോട്, നമ്മുടെ സഖാക്കളോട്. എന്തെല്ലാം ഭീഷണികളാണ് ആ സമയത്ത് വന്നത്. CCN പാലക്കാട്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ വിവിധ ആവശ്യങ്ങളും പ്രതിസന്ധികളും ഉന്നയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് കുമരമ്പത്തൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി R ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. പാവങ്ങളുടെ ആശ്രയമായ മണ്ണാർക്കാട് ആശുപത്രിയിൽ ഡോക്ടറുമില്ല മരുന്നുമില്ല. ആരോഗ്യത്തിൻ മേഖലയെ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഭരണകൂടത്തിന്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും മാർച്ചിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് താലൂക്കിൽ വാർത്തകളിൽ തന്നെ പ്രാധാന്യം നേടിയ കാര്യമാണ്. മണ്ണാർക്കാട് താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമായി മാറുന്നത്. അങ്ങനെ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഏറ്റവും അടുത്ത ദിവസമാണ് അലനല്ലൂരിൽ ഒരു ഭിന്നശേഷിക്കാരനായ യുവാവ് മരണപ്പെട്ടു. മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഷിഗല്ലയാണ് ബാധിച്ചിരുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയപ്പെടുന്നത്. അപ്പോ ആരോഗ്യ മേഖലയെ ആകെ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം. ആരോഗ്യ മേഖലയിൽ പകർച്ചവ്യാധികളും മറ്റ് അസുഖങ്ങളും വന്നാൽ അതിനെ പ്രതിരോധം തീർത്ത് അതിനെ തടയുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തനങ്ങളൊന്നും ആരോഗ്യ മേഖലയിൽ നടക്കാത്ത സാഹചര്യം. മണ്ണാർക്കാട് താലൂക്കിലെ തന്നെ സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന മണ്ണാർക്കാട് താലൂക്കിന്റെ ആശുപത്രി, താലൂക്കിലെ ആരോഗ്യ കേന്ദ്രം, ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവുന്നില്ല. ഫാർമസിയിൽ ആവശ്യമായ രീതിയിലുള്ള മരുന്നുകളില്ല.
ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ വരുമ്പോ പാർശ്വവ്യാധിയും പനിയും എല്ലാമായി സാധാരണക്കാരായ മനുഷ്യർ വരുമ്പോ അവർക്ക് ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ. CCN മണ്ണാർക്കാട്. താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിന് പനി. കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ ഞങ്ങൾ ആരോട് പറയും? മുൻപ് വലിയ രൂപത്തിൽ പ്രതിഷേധം നടത്തിയവർ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് വരണം. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച യുവജന മാർച്ചിൽ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് ലീവാണ്. ഒരു ലീവ് എടുക്കുന്നതിൽ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ അവരെങ്ങനെ ലീവ് എടുത്തെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ നാടിന്റെ ആരോഗ്യരംഗത്തെ കുറിച്ച് നമുക്ക് മനസ്സിലായത്. അവര് പനി കാരണമാണ് ലീവ് എടുത്തത്. നിങ്ങൾ ആലോചിച്ചു, താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടിന് പനി, കുറുന്തോട്ടിക്ക് വാദം പിടിച്ച ഞങ്ങൾ പിന്നെ ആരോടെ പറയാം? പനി ഒരാൾക്ക് വരുന്നതിന് വലിയ അങ്ങനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അത് ആർക്കും വേണേലും വരാം. ആലോചിച്ചു നോക്കേണ്ടത്, ഞങ്ങളൊരു പരാതികൾ പറയാൻ വരുമ്പോ ആ പരാതി കേൾക്കുമ്പോഴാണ് പനിച്ചു കുറച്ച് ലീവ് എടുക്കുന്ന സാഹചര്യമാണ്. ഈ ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം വേറെ വേണോ? നിങ്ങൾ ആലോചിച്ചു നോക്കും. മുമ്പ് ഇവിടേക്ക് വലിയ രൂപത്തിൽ പ്രതിഷേധം നടത്തിയ ആളുകളുണ്ട്. ആ പ്രതിഷേധം നടത്തിയ ആളുകളോട് ഞങ്ങൾ പറയുന്നു, ഇപ്പൊ നിങ്ങൾ ഈ ആശുപത്രിയിലേക്കൊന്ന് വരണം. ഇവിടുത്തെ സാഹചര്യം നിങ്ങളൊന്ന് പഠിക്കണം. ആ സാഹചര്യം എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രയാസത്തെ നിങ്ങൾ നേരിട്ട് കാണണം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 10 കൊല്ലക്കാലം ലോകത്തിലെ സകല സംഘടനകളും മുക്തകണ്ഠം പ്രശംസ നേടിയ ഇവിടുത്തെ കോവിഡ് പ്രതിരോധം, നിപ്പ പ്രതിരോധം, അങ്ങനെ ആരോഗ്യരംഗത്തെ ഇളക്കി മറിക്കാൻ വന്ന സകല മഹാമാരികളെയും നേരിട്ട ഒരു ഭൂതകാലം ഈ കേരളത്തിൽ ആരോഗ്യ വകുപ്പിലുണ്ടായിരുന്നു. അപ്പൊ അത് പോരാ എന്നാണ് ഈ നാട്ടിലെ ജനം തീരുമാനിച്ചത്. ഞങ്ങൾക്ക് അതിൽ ആക്ഷേപമില്ല. ഇടതുപക്ഷം പോരാ, കുറച്ചുകൂടി നല്ല ആളുകൾ വരും എന്ന് കരുതിയിട്ടാണ് ഞങ്ങള് ഇതുപോലെ 35 സീറ്റിലേക്ക് ഒതുക്കി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ UDF അധികാരത്തിൽ വരുത്തിയത്. അതിലും ഞങ്ങൾക്ക് ആക്ഷേപമില്ല. പക്ഷേ ഇപ്പൊ UDF വോട്ട് ചെയ്ത സാധാരണക്കാരായ ആളുകൾ പറയാൻ തുടങ്ങി, വരാൻ യാസീനോടി പോകാൻ കത്തം തീർക്കേണ്ടി വരുന്നത്. വരാനിപ്പോ ഇവര് ഈ നാട്ടിൽ UDF അധികാരത്തിൽ വരാൻ വേണ്ടി വോട്ട് ചെയ്ത ആളുകൾക്ക് ഇപ്പൊ പനിച്ചു പറച്ചൊന്ന് പ്രതിഷേധിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറി. CCN മണ്ണാർക്കാട്. SNDP ചെർപ്പളശ്ശേരി ശാഖാ യോഗത്തിന്റെ 27ാമത് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും കച്ചേരിക്കുന്നിലെ ഗുരുമന്ദിരത്തിൽ വെച്ച് നടന്നു. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകളായിട്ടും ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഗുരുവിന്റെ നാമത്തിലുള്ള ഈ സംഘടന എന്നുള്ളത് കൊണ്ടാണ്. ലോകത്തിൽ ഒരു സംഘടനയും ദൈവത്തിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഉണ്ടായ ഏക സംഘടന ലോക ചരിത്രം എവിടെ പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയും, അത് SNDP യോഗം മാത്രമാണ്. പക്ഷേ നാം എല്ലാവരും തന്നെ SNDP യോഗം എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ്? പൂർണ്ണമായും ഉൾക്കൊള്ളുകയോ അറിയുകയോ ചെയ്യാത്ത ആളുകൾ ഒട്ടനവധി ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് SNDP എന്ന് മാത്രം പറയുന്നത്. നാം തിരിച്ചറിയണം SNDP യോഗത്തിന്റെ അർത്ഥം എന്താണ്. ശാഖാ പ്രസിഡന്റ് കരിപ്പാടത്ത് രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് സതീശൻ ചിറ്റനിപ്പാറ, ചോലക്കൽ ശ്രീകുമാർ, ഹരിദാസൻ അങ്ങാടിക്കുന്നത്ത്, മുത്തപ്പൻ വിജയൻ എന്നിവരും യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ടംപുള്ളി, സെക്രട്ടറി TR ജോഷ്, സൈബർ സേന കേന്ദ്ര കമ്മിറ്റി അംഗം രാജീവ് മാടമ്പിയിൽ, വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി സ്വയംപ്രഭ എന്നിവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സുബ്രഹ്മണ്യൻ പതിയടിയിൽ നന്ദിയും പറഞ്ഞു. വാർഷികത്തോടനുബന്ധിച്ച് ശാഖയിലെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി കരിപ്പാടത്ത് രാമചന്ദ്രനെയും സെക്രട്ടറിയായി ഹരിദാസൻ അങ്ങാടിക്കുന്നത്തിനെയും വൈസ് പ്രസിഡന്റായി മുത്തപ്പൻ വിജയനെയും തിരഞ്ഞെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. CCN ചെർപ്പുളശ്ശേരി. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് K പ്രേംകുമാർ MLAക്ക് സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും മാലകൾക്കും ഷോളുകൾക്കും പകരം ഉപഹാരമായി ലഭിച്ച പഠന സാമഗ്രികളുടെ വിതരണം സംഘടിപ്പിച്ചു. ചെർപ്പളശ്ശേരി BRC ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇതൊരു വലിയ പണിയായിരുന്നു. ഈ കിട്ടിയ സാധനങ്ങൾ നമുക്ക് സൂക്ഷിക്കണമല്ലോ.
അത് തരംതിരിക്കണം. ഞാൻ നമ്മുടെ ചെർപ്പുളശ്ശേരി BRC, നമ്മുടെ കടമ്പഴിപ്പുറം GUP സ്കൂൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ BRCയിലെ പ്രിയപ്പെട്ട അംഗങ്ങൾ ശ്രീ ശിവശങ്കര മാഷിന്റെ ഒക്കെ മുൻകൈയിലും നേതൃത്വത്തിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ നടത്തി ആ പ്രവൃത്തി വളരെ അഭിമാനപൂർവ്വം അവരവിടെ പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇങ്ങനെ ഒരു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഈ കൈമാറിയ സന്ദർഭത്തിൽ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് തരുകയുണ്ടായി. നമ്മൾ ഇത് എങ്ങനെ വിതരണം ചെയ്യണമെന്ന് ആലോചിച്ചു. ആർക്കെല്ലാമാണ് ഇത് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ആലോചന നടത്തി. നമ്മൾ സ്കൂൾ, നമുക്കെല്ലാം അറിയുന്നത് പോലെ ജൂൺ 1 സ്കൂൾ തുറന്നു. അപ്പോൾ സ്കൂളുകളിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഫുൾ സെറ്റായി കൊടുക്കാൻ മാത്രം നമ്മുടെ മണ്ഡലത്തിന്റെ ഒരു വലുപ്പം വെച്ച് അത് കടലിൽ കായം കലക്കിയ പോലെ ആകും എന്നുള്ള ഒരു ധാരണ നമുക്ക് വന്നു. അതിന്റെ തുടർച്ചയിലാണ് നമ്മളൊന്ന് ആലോചിച്ചത്. ബഡ്സ് സ്കൂളുകളിൽ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് നോട്ട് ബുക്ക് എല്ലാം ആവശ്യമായി വരുന്നുണ്ട്. അവർക്കും അവരിൽ ബാഗ് ഉപയോഗിക്കേണ്ടതുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പഠനോപകരണങ്ങൾ ആവശ്യമായവരുണ്ട്. അപ്പോൾ എന്നാൽ അവരെ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പരിഗണിക്കാം. എല്ലാ കുട്ടികൾക്കും നമുക്ക് അവർക്ക് ആവശ്യത്തിനുള്ള മുഴുവൻ സാധനങ്ങളും പഠനോപകരണങ്ങളും നമുക്ക് പൊതുവിൽ കൊടുക്കാനും സാധിക്കും എന്ന ഒരു ധാരണ നമുക്കുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിലെ ബഡ്സ് സ്കൂളുകളെ നമ്മൾ പരിഗണിക്കാൻ നിശ്ചയിച്ചത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്തെ സ്വീകരണ ചടങ്ങുകളിൽ വെച്ച് അണികളും പൊതുജനങ്ങളും നൽകിയ നോട്ട് പുസ്തകം, ബാഗ്, കുട, പെൻസിൽ, പേന, വാട്ടർ ബോട്ടിൽ തുടങ്ങിയ പഠന സാമഗ്രികളാണ് അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്കായി വിതരണം ചെയ്തത്. SSKയുടെ iLab ഉപകരണങ്ങളുടെ വിതരണവും ഇതോടൊപ്പം നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അശോക് കുമാർ, SSK DPO PS ഷാജി, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ, നേതാക്കളായ C കൃഷ്ണൻകുട്ടി, MP ബാലകൃഷ്ണൻ, PC ശിവശങ്കരൻ, KK ലിനി, C ഓമന, A രാംജേഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ ആദരണ സമ്മേളനവും അനുമോദന സമ്മേളനവും നടന്നു. പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ നടന്ന സമ്മേളനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLAയ്ക്കും ബിജുമോൻ പന്തിരുകുലത്തിനും സംഘടനയുടെ പുരസ്കാരം ഭാരവാഹികൾ നൽകി. SLC +2 വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രൻ ചൂരക്കോട്, M മുരളി, EM ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജംഷീർ ബാബുവിന്റെ മൈൻഡ് ഷോ അരങ്ങേറി. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ നമ്മുടെ പഠന സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു കാലമായി. അപ്പോൾ അതിനൊക്കെ നല്ല ഉറപ്പുള്ള, നല്ല ഹൈജീനിക്കായ, മനോഹരമായ കെട്ടിടങ്ങളും കൂടി സ്കൂളിലുണ്ടാവണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി ആർജിച്ചെടുക്കുമ്പോൾ ഓരോ സ്കൂളിനും അത് അഭിമാന മുഹൂർത്തമാണ്. അങ്ങനെ നിങ്ങളുടെ ഈ അഭിമാനത്തിൽ, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്കും ഏറെ ആഹ്ലാദമുണ്ട്. പല സ്കോളർഷിപ്പ് പരീക്ഷകൾക്കൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് NMMS പരീക്ഷയ്ക്ക്
ഒരു കുട്ടി മലപ്പുറത്ത് ജയിക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു ആവറേജാണ്, ഇപ്രാവശ്യം ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം, 140 മാർക്ക് വേണമായിരുന്നു. എന്നാൽ തെക്കൻ കേരളത്തിൽ ഒരു കുട്ടി പാസ്സാകണമെങ്കിൽ 129 മാർക്ക് മതി. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കേട്ടാൽ തോന്നുന്നത് എന്തോ ഒരു വിവേചനമാണല്ലോ, മലപ്പുറത്തുകാർക്ക് അധികം മാർക്ക് വെച്ചിരിക്കുകയെന്നാണ്. അതല്ല, മലപ്പുറത്ത് ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണവും ജയിക്കുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലായി പോയപ്പോൾ ഇത്ര കുട്ടികളെ ജയിപ്പിക്കാവൂ ഒരു ജില്ലയിൽ നിന്നൊരു കണക്കുണ്ട്. അപ്പോൾ ആ ഗണത്തിൽ പെടണമെങ്കിൽ ഇവിടുത്തെ കുട്ടി 140 മാർക്ക് വാങ്ങിയാലേ ആ ഗണത്തിൽ പെടൂ. എന്നാൽ കോട്ടയത്ത് 129 മാർക്കുണ്ടെങ്കിൽ ആ കുട്ടി ആ ജില്ലക്ക് അനുവദിച്ച എണ്ണത്തിൽ പെടും. അപ്പോൾ അത് പ്രത്യക്ഷത്തിൽ കേട്ടപ്പോൾ എനിക്കും തോന്നി എന്തോ ഒരു വിവേചനമാണല്ലോ എന്ന്. പക്ഷെ വിവേചനമല്ല, നമ്മുടെ ജില്ലയുടെ മികവാണത്. ഈ ജില്ലയിലുണ്ടായ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. കാരണം അത്രയേറെ മത്സരവും അതുപോലെ ഔന്നിത്യവും നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്കിടയിൽ വന്നു എന്നാണ്. ഒരു ഉദാഹരണം, ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മന്ത്രി ആദരിച്ചു. ഏകദേശം 3.90 കോടി രൂപ ചിലവിൽ ആധുനിക ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി നിർമ്മിച്ച 3 നില കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത്. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം മിഷൻ കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി പദ്ധതി വിശദീകരിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രിൻസിപ്പൽ സുഹൈൽ സാബിർ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് P. പ്രീതകുമാരി നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം തല ക്യാമ്പ് ഓഫീസ് മലപ്പുറം കോട്ടപ്പടിയിലെ PMR ആർക്കേഡ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഓഫീസ് ജനകീയ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്നും ഏതു സാധാരണക്കാരനും തന്റെ ആവശ്യങ്ങൾക്കായി എപ്പോൾ വേണമെങ്കിലും ആശ്രയിക്കാവുന്ന ഒരു ജനകീയ കേന്ദ്രമായി ഇത് മാറുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ തങ്ങൾ പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, P. ഉബൈദുള്ള, PC വേലായുധൻകുട്ടി, PA സലാം തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CMPയും PK ശശിയുടെ DMFും തമ്മിലുള്ള ലയനം ഈ മാസം 17 നടക്കും. തൃശൂരിലായിരിക്കും ലയന പരിപാടി നടക്കുക. CMP സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി PK ശശിയെ പ്രഖ്യാപിക്കുമെന്ന് CMP ജനറൽ സെക്രട്ടറിയും മന്ത്രിയുമായ CP ജോൺ പറഞ്ഞു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ വിവിധ ആവശ്യങ്ങളും പ്രതിസന്ധികളും ഉന്നയിച്ചുകൊണ്ട് DYFI മണ്ണാർക്കാട് കുമരംപുത്തൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി R. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം തല ക്യാമ്പ് ഓഫീസ് മലപ്പുറം കോട്ടപ്പടിയിലെ PMR ആർക്കേഡ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.